ശ്രീമദ് ഭാഗവതം ക്ലാസ് 62. നമ്മളിന്ന് നോക്കുന്നത് സ്കന്ധം 3-ലെ 33-ാമത്തെ അധ്യായമാണ്. ഇത് ദേവാഹൂതിയുടെ ഭഗവത് സ്തുതിയും മുക്തിയും. ഇപ്പോൾ 1-ലെ മൈത്രേയം പറയുകയാണ്, കർദമൻ്റെ പത്നിയാണ്, അതേസമയം കപിലൻ്റെ അമ്മയുമാണ്. കപില ഭഗവാൻ വിഷ്ണു തന്നെ അവതരിച്ചതാണ് മകനായി. അമ്മയുമായ ദേവാഹൂതി ഇതെല്ലാം കേട്ട ശേഷം, അതായത് ആത്മീയ മനസ്സ് ഇനിയുള്ള കാലം എങ്ങനെ ജീവിക്കണം, ഒറ്റക്ക് ജീവിക്കുമ്പോൾ എല്ലാ ഭൗതിക സുഖങ്ങളെല്ലാം വിട്ടിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുകയാണ് ഉചിതമായ വഴി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതെല്ലാം കേട്ട ശേഷം അജ്ഞാനമാകുന്ന ആവരണമെല്ലാം അവരുടെ മാറി. പിന്നെ സാഖ്യയോഗത്തിൻ്റെ വിളനിലമായ നിൻതിരുവടിയെ നമസ്കരിച്ച് സ്തുതിച്ചു. സാഖ്യയോഗത്തിൻ്റെ അപ്പം യോഗയിലൂടെ, സാഖ്യയോഗം എന്ന് പറയുന്നത് ആ ബ്രഹ്മവുമായിട്ട് ബന്ധപ്പെട്ട ആ തത്വം, യഥാർത്ഥമായ ശാസ്ത്രതത്വം. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ, അതെന്തിനു വേണ്ടിയുണ്ടായോ, അതെല്ലാമായിട്ട് ബന്ധപ്പെട്ട, അതെങ്ങനെയാണ് ഈ ഭൗതിക ലോകത്തിൽ മായയിലൂടെ അതെങ്ങനെയെല്ലാമാണ് മനുഷ്യരെ കൊണ്ട് കർമ്മങ്ങളെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്നീ കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ എപ്പോഴും ദുഃഖമായിരിക്കും, അതിൽ നിന്ന് മുക്തി നേടാനുള്ള വഴിയെല്ലാം ഉപദേശിക്കുന്നതാണ് സാഖ്യയോഗം. അപ്പോൾ അതിൻ്റെ മൂർത്തി അത് ഉപദേശിച്ചത് ഈ കപിലനാണെന്നാണ് പറയുന്നത്. വിഷ്ണു തന്നെ വന്നിട്ട് കപിലനായിട്ട് വന്നിട്ട് സാഖ്യയോഗം ഉപദേശിച്ചു. ആർക്കുപദേശിക്കുന്നു? ഇവിടെ മാതാവിന്. അപ്പോൾ കപിലനെ നമസ്കരിച്ചിട്ട് സ്തുതിക്കുകയാണ്. എന്നിട്ട് ദേവാഹൂതി പറയുകയാണ്, യാതൊരാളുടെ ജഡരത്തിലുള്ള താമരയിൽ നിന്നും ബ്രഹ്മാവ് പോലും, അപ്പം യാതൊരാളുടെ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ, ആ വിഷ്ണു തന്നെയാണ് ഇവിടെ കപിലനായിട്ട് വന്നത്. അപ്പം വിഷ്ണുവിൻ്റെ പൊക്കിൾക്കൊടിയിൽ നിന്നാണ് ഒരു താമരയായിട്ട് വന്നിട്ട് ആര് വന്നത്? ബ്രഹ്മാവ് വന്നത്. ആ ബ്രഹ്മാവ് പോലും അങ്ങനെ താമരയിൽ ജനിച്ച ഉടനെ തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ എന്താണ് ചെയ്തത്? താമരയിൽ ജനിച്ചപ്പോൾ ചുറ്റും നോക്കിയപ്പോൾ ഒന്നും ഒരു പിടിയുമില്ല. അപ്പോൾ എന്താണ് ചെയ്തത്? സർവകാരണമായി സത്വാദികളുടെ ഗുണങ്ങൾക്ക് അധിഷ്ഠിതമായി ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അന്ധകരണം എന്നിവയിലെല്ലാം അധിഷ്ഠിതമായിട്ട് പ്രളയജലത്തിൽ ശയിക്കുന്ന, അതിൻ്റെ എല്ലാം അടിസ്ഥാനമായിട്ട് ഭൂതങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും എല്ലാം അടിസ്ഥാനമായിട്ട് ആ പ്രളയജലത്തിൽ, ആ താമരയിലൊപ്പം വന്നപ്പോൾ ചുറ്റും നോക്കുമ്പോൾ ആ പ്രളയജലത്തിൽ ശയിക്കുന്ന നാരായണൻ, നിൻതിരുവടി. ഇവിടെ നിൻതിരുവടി ആ നാരായണൻ തന്നെയാണ് കപിലനായിട്ട് വന്നിരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ധ്യാനിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പം അദ്ദേഹത്തിന് വേറൊന്നും ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തെ ധ്യാനിച്ചു. അതുപോലെ തന്നെയാണ് ദേവാഹൂതി ഈ അവസ്ഥയിൽ ഭർത്താവ് അവളെ വിട്ടിട്ട് വനത്തിലേക്ക് പോയപ്പോൾ ഒറ്റക്കായി. അപ്പം ഇനിയുള്ള കാലം എങ്ങനെയാണെന്നെല്ലാം ആലോചിച്ചപ്പോൾ എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? ഈ നാരായണ ധ്യാനിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. ഇനി 3-ല് ആ നിൻതിരുവടി ഗുണങ്ങളുടെ പ്രസരണം കൊണ്ട് വിഭിന്ന ശരീരങ്ങളോട് കൂടിയനായി നിഷ്ക്രിയനായും ജീവാത്മാക്കളുടെ നിയന്താവായും പ്രപഞ്ച സൃഷ്ടിയാദി കർമ്മങ്ങൾ നടത്തി വരുന്നു. അപ്പോൾ ആ നാരായണനാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കപിലനായി വന്ന ആ നാരായണനാണ്
വിഭിന്ന ശക്തിയോടുകൂടി പലതരത്തിലുള്ള ശക്തി പ്രയോഗിച്ചുകൊണ്ട് അതേസമയം നിഷ്ക്രിയനാണ്, അതേസമയം ജീവാത്മാക്കളുടെ നിയന്താവുമാണ്. ആക്ച്വലി ആ ബ്രഹ്മം നിർഗുണമാണ്, ഒന്നിലും പങ്കെടുക്കുന്നില്ല. എന്നിട്ടും കൂടി അതിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചുകൊണ്ട് അവയുടെ നിയന്താവായിക്കൊണ്ട് പ്രപഞ്ച സൃഷ്ടി കർമ്മങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോവുകയാണ്. എൻ്റെ 4 കൽപ്പാന്തത്തിൽ അപ്പോൾ പ്രളയം വരുന്ന സമയത്ത്, അതായത് 4 യുഗങ്ങൾ കഴിഞ്ഞാൽ പ്രളയം വരുന്ന സമയത്ത് മായാ ശിശുവായിട്ട്, അതിനെപ്പറ്റി പിന്നീട് പറയും, ഒരു ചെറിയ മായയുടെ ശിശുവായിട്ട് ഒരു ആലിലയിൽ ഒറ്റക്ക് കിടന്നിരുന്നു. ഒരു പ്രളയം നടന്നപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ അസ്തമിക്കുകയാണ്. ഏതിൽ പോയി ചേരുകയാണ്? ആ ബ്രഹ്മത്തിൽ, അല്ലെങ്കിൽ നാരായണനില്. ഈ പ്രപഞ്ചം മുഴുവൻ പ്രളയ സമയത്തും പോയി എന്ത് പറ്റും? ആ ബ്രഹ്മത്തിൽ പോയി, അല്ലെങ്കിൽ നാരായണനിൽ പോയി ലയിക്കും. അപ്പോൾ ആ നാരായണന്റെ അവസ്ഥ ഒരു ആലിലയിലുള്ള ഒരു പുഴുവിന്, ഒരു ചെറിയ ശിശുവിന് സമാനമായിരുന്നു. അപ്പോൾ ആ ശിശുവായിട്ട് എന്ത് ചെയ്തിരുന്നു? അന്ന് ഒറ്റക്ക് കിടന്നിരുന്നു. എന്നിട്ടോ ആ ശിശുവിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരുന്നു. എല്ലാം കത്തിയെരിഞ്ഞ് പോയി ബ്രഹ്മത്തിൽ ലയിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഒരാലിലയിൽ ഒരു ശിശുവായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ആ ശിശുവിൻ്റെ ഉള്ളിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ പോയി കിടന്നിരുന്നത്. ആ നിന്ദുരോടിയെ ഉദരം കൊണ്ട് എങ്ങനെ ധരിക്കപ്പെട്ടു? അങ്ങനെയൊരു ശിശുവായിട്ട് ഇത്രയും പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ആ ശിശുവിലാണ് ഉൾക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള അത്രയും വലിയൊരു ശക്തി വിശേഷത്തെ ഞാനെങ്ങനെയാണ് എൻ്റെ വയറ്റില്, ഉദരത്തില്, ഗർഭപാത്രത്തില് ഉൾക്കൊണ്ടത്? അപ്പം അമ്മക്ക് ഈ കുട്ടിയെപ്പറ്റി അന്തം വിട്ട് ചോദിക്കുകയാണിത്. ഈ പ്രപഞ്ചം മുഴുവൻ അതിലാണ് ലയിച്ചത്. അങ്ങനെയുള്ള ആ ശിശുവാണ് എന്ത് ചെയ്തിട്ട് കപിലനായിട്ടിപ്പോൾ ഈ അമ്മയുടെ വയറ്റില്, ഗർഭപാത്രത്തില് കിടന്നത്. അതെങ്ങനെ സാധിച്ചു എന്നാണ് ചോദിക്കുന്നത്. അതായത് ഏറ്റവും ചെറുതിൽ ചെറുതുമാകാൻ പറ്റും, ഏറ്റവും വലുതുമാകുന്ന സംഗതിയാണ് ഈ നിർഗുണമായ ബ്രഹ്മം. എൻ്റെ 5 പറയുന്നു, നിൻ തിരുവടി ദുഷ്ടന്മാരെ നാശത്തിനായിട്ടും, അതായത് കാലാകാലങ്ങളിൽ എന്തുകൊണ്ട് രാജ്യഭരണങ്ങളെല്ലാം ദുഷിക്കുമ്പോൾ വന്നിട്ട് അതിനെ തച്ചുടച്ചിട്ട് പുതിയൊരു വ്യവസ്ഥിതി ഉണ്ടാക്കും. അങ്ങനെ 4 യുഗങ്ങൾ, കൃതിയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, അവസാനം കലിയുഗത്തിലേക്ക്. 1-ാം ലോകമഹായുദ്ധം, 2-ാം ലോകമഹായുദ്ധം, പിന്നെ 3-ാം ലോകമഹായുദ്ധം. അതായതാണ് പരശുരാമ ആ കാലഘട്ടത്തിലേത്. പിന്നെ രാമനും രാവണനും തമ്മിലുള്ള യുദ്ധം, പിന്നെയാണ് മഹാഭാരത യുദ്ധമെല്ലാം. അങ്ങനെ ദുഷ്ടന്മാരുടെ നാശത്തിനായും ശിഷ്ടന്മാരുടെ ഉന്നതിക്കായും ശിഷ്ടന്മാരെ രക്ഷിക്കാൻ വേണ്ടിയും ഉടലെടുക്കുന്നു. നിൻ തിരുവടിയുടെ പല അവതാരങ്ങൾ, ഇത്തരത്തിലുള്ള അതെല്ലാം പല അവതാരത്തിനൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള അവതാരങ്ങളിൽ ഒന്നാണ് ഇപ്പോഴുള്ള ഈ കപിലൻ എന്ന അവതാരം. അത് ഏതിനു വേണ്ടി? ആത്മതത്വം ഉപദേശിക്കാൻ വേണ്ടി. അതായത് ഈ പ്രപഞ്ച രഹസ്യം, പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ബ്രഹ്മം തൊട്ട് പ്രപഞ്ചമായി മാറുന്നത് എന്തിനു വേണ്ടി എന്നുള്ളതെല്ലാം, എങ്ങനെയാണ് പ്രപഞ്ചത്തെ നയിച്ചു കൊണ്ടുപോകുന്നത് എന്നെല്ലാം ഉള്ള ആ സത്യം, ആത്മതത്വം ഉപദേശിക്കാൻ വേണ്ടി ഒരു അവതാരമായിട്ട് വന്നതായിട്ട് ഇവിടെ ചിത്രീകരിക്കുകയാണ്. ഇനി 6 എന്നിട്ട് പറയുകയാണ്, 6 എന്നെങ്കിലും ഒരിക്കൽ ഇവൻ്റെ നാമം കേൾക്കുകയോ കീർത്തിക്കുകയോ സ്മരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് എന്നെങ്കിലും ഒരിക്കൽ ഇവൻ്റെ നാമം ആരെങ്കിലും കേൾക്കുകയോ കീർത്തിക്കുകയോ സ്മരിക്കുകയോ ചെയ്താൽ
അവൻ ശ്വാവിനെ തിന്നുന്ന ചണ്ടാളനാണെങ്കിൽ കൂടി, എത്രയും കൂട്ട നിലയിലുള്ളവനാണെങ്കിലും കൂടി സോമയാഗം ചെയ്യുവാൻ അർഹനാണ്. ഏത് യാഗങ്ങളും കർമ്മങ്ങളും ചെയ്യാൻ അർഹനാണത്. കാരണം എന്തുകൊണ്ട്? ഇത് കേട്ട് കഴിഞ്ഞാൽ അത്രയും വലിയ ജ്ഞാനമാണ് അതിലൂടെ നേടുന്നത്. അത്രയും പ്രാധാന്യമുണ്ട് ഈ ജ്ഞാനത്തിന്. കാരണം ഇന്നും മനുഷ്യൻ അത് മനസ്സിലായിട്ടില്ല. നമ്മളെല്ലാം ആ ശക്തി തന്നെയാണ് നമ്മളായി മാറിയത്. അത് നമ്മളിലൂടെയാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യിക്കുന്നത്. എല്ലാം അത് തന്നെയാണ് കാണുന്നത്. പട്ടിയും പൂച്ചയും എല്ലായാലും എല്ലാം ആ ബ്രഹ്മം തന്നെയാണ്. ആ തത്വം ഇന്ന് ശാസ്ത്രലോകത്തിന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. കാരണം ഞാനെന്നൊരു ചിന്ത ഉണ്ടാകുന്നത്. ഇനി 7 പറയുകയാണ്, യാതൊരുവന്റെ നാവിൻ്റെ തലപ്പത്ത് ഭഗവാന്റെ ഈ നാമം വർത്തിക്കുന്നുവോ, അതായത് ആ ശക്തിയെപ്പറ്റി, ഇങ്ങനെ ഒരു ശക്തിയുണ്ട് എന്ന ഒരു സംഗതി ആർക്ക് മനസ്സിലാവും? നാവിലത് വരണ്ടിക്കൽ അവനെന്ത് വേണം? അങ്ങനെ ഒരു ശക്തിയുണ്ട് ഈ പ്രപഞ്ചത്തിൽ. യഥാർത്ഥത്തിൽ നമ്മൾ സ്വതന്ത്രമൊന്നുമല്ല. നമ്മൾ ചിന്തിക്കുന്ന ഞാനാണ് എല്ലാം ഇവിടുത്തെ കാര്യം, നമ്മളാണ് തീരുമാനം. അങ്ങനെയല്ല. ആ ശക്തിയാണ് നമ്മളിലൂടെ എല്ലാം ചെയ്യിക്കുന്നത്. നമ്മളിവിടെ ഒന്നുമല്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയാണ് ആ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ഭഗവാനുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ഭഗവാനാണ് നമ്മളെ എല്ലാം നയിച്ചു കൊണ്ടുപോകുന്നത്. ഈ കാണുന്നതെല്ലാം ഭഗവാനാണ്. ആ ഒരു മനസ്സിൽ ചിന്തയുള്ളവനെ ആ നാമം ഉച്ചരിക്കും. അങ്ങനെ ഒരു ഉച്ചരിക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ അവൻ ചണ്ടാലനായാൽ കൂടിയും ശ്രേഷ്ഠനാണ് എന്ന് പറയുകയാണ്. ആരാണ് അത് മനസ്സിലാക്കുന്നത്? അവൻ അത്രയും ശ്രേഷ്ഠനാണ്. അതാണ് ഏറ്റവും വലിയ ജ്ഞാനം. ആ തിരുനാമം ഉച്ചരിക്കുന്നവന് തപസ് ചെയ്തതിന് സമമാണ്, ഹോമം ചെയ്തതിന് സമമാണ്, തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തതിന് സമാനമാണ്. ചെയ്ത ഫലമെല്ലാം അവന് കിട്ടുന്നത്. അവൻ വേദങ്ങളെ അഭ്യസനം ചെയ്തവനാണ്. അവനാണ് വേദങ്ങൾ അല്പമെങ്കിലും പഠിച്ചിരിക്കുന്നത്. വേദമെല്ലാം ആദ്യം തൊട്ട് അവസാനം വരെ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. നമുക്കത് മനസ്സിലായിട്ടില്ല. നമ്മൾ ആർഷഭാരത സംസ്കാരം, ദൈവത്തിൻ്റെ എല്ലാം നാമെല്ലാം പറയുന്നുണ്ട്. ആർഷഭാരത സംസ്കാരം അല്ലെങ്കിൽ സനാതന ധർമ്മം എല്ലാം പറയുന്നുണ്ടെങ്കിലും ഇതെന്തിനാണ് പറയുന്നത്? നമ്മളെ വലുതാണ് സനാതന ധർമ്മം, നിന്റെ എല്ലാം തല്ലിപ്പൊളിയാണെന്ന് പറയാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ഈ സനാതന ധർമ്മം അല്ലെങ്കിൽ ആർഷഭാരത സംസ്കാരം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഞാനും ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഹിന്ദുവും മുസ്ലിമും എല്ലാം എന്താണ്? ആ ബ്രഹ്മം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് സനാതന ധർമ്മം എന്നാ പറയുന്നത്? നമ്മളെന്തോ വലുതാണ്, നിന്റെ മോശമാണെന്ന് തെളിയിക്കാൻ ഒരുമാതിരി മറ്റുള്ളവരെ ആക്കാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ സനാതന ധർമ്മം വേദങ്ങളെല്ലാം പഠിപ്പിക്കുന്ന സത്യം എന്താണ്? എല്ലാം ഒന്നാണ്, അങ്ങനെ രണ്ടായി കാണാനുള്ളതല്ല എന്ന സത്യമാണ്. അപ്പം നമ്മൾ ഇതിനെയെല്ലാം മനസ്സിലാക്കിയിട്ടില്ല. എത്ര ആത്മീയവാദികളായാലും അവർക്കൊന്നും ഒരു ചുക്കും സനാതന ധർമ്മത്തെ പറ്റി അറിയില്ല, ആർഷഭാരത സംസ്കാരത്തെ പറ്റി ഒരു ചുക്കും അറിയില്ല. വേദങ്ങൾ എന്താണ് പറയുന്നതെന്ന് അറിയില്ല. വേദങ്ങൾ ആ അർത്ഥം മനസ്സിലാക്കിയിരുന്നു, ഈ ഭഗവാനെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അള്ളാഹിലും യഹോവയിലും എല്ലാം എന്തിനെ കാണാൻ സാധിക്കും? ബ്രഹ്മത്തെ കാണാൻ ശ്രമിക്കും. എല്ലാ ജീവജാലങ്ങളും, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും ഏത് ചണ്ടാളനായാലും അവനും എല്ലാം ബ്രഹ്മത്തെ കാണാൻ ശ്രമിക്കും. അതുകൊണ്ട് അവൻ വേദം പഠിച്ചവനാണ് എന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ അവനാണ് കുറച്ചെങ്കിലും വേദം മനസ്സിലാക്കുന്നത്, ഈ തത്വം. എന്നിട്ട് എന്ത് പറയുന്നു? ബ്രഹ്മസ്വരൂപനായ അങ്ങ് കപിലനോട് പറയുകയാണ്, ബ്രഹ്മസ്വരൂപനാണ്, പരമപുരുഷനാണ്, വേദങ്ങളെ ഉള്ളിൽ ധരിച്ചവനാണ്, സ്വപ്രകാശത്താൽ അകപ്പെട്ട ഗുണപ്രവാഹങ്ങളോടുകൂടിയവനാണ്. ഈ ഗുണങ്ങളെയെല്ലാം തിരസ്കരിച്ച്, ഈ ഗുണങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്ന പലതരം ഗുണങ്ങളുള്ള വസ്തുക്കൾ ഉണ്ടായിരിക്കുന്ന എല്ലാം ഒരു മായയാലാണ്. യഥാർത്ഥത്തിൽ ആ ഗുണമൊന്നുമില്ല. എല്ലാം ആകെയുള്ളത് അതേ ഉള്ളൂ, ബ്രഹ്മം തന്നെയാണ്. എല്ലാത്തിലും ഒന്നായിട്ട് കാണുന്നു. അങ്ങനെയെല്ലാമായ ആ കപില മുനിയായ വിഷ്ണു ഭഗവാനെ വണങ്ങുന്നു. കപില മുനിയായ വിഷ്ണു ഭഗവാനെ ഞാൻ വണങ്ങുന്നു. ആര്? ദേവാഹുതി. എന്നിട്ട് 9 മൈത്രേയൻ പറയുകയാണ്,
അപ്പം മൈത്രേയൻ പറയുകയാണ്, അമ്മ ഇങ്ങനെ മകൻ ഇങ്ങനെയെല്ലാം പ്രശംസിച്ചപ്പോൾ, അതായത് മാതൃമാത്സല്യമുള്ളവനും ജ്ഞാനൈശ്വര്യങ്ങളോട് കൂടിയവനുമായ കപിലൻ എന്ന പരമപുരുഷനെ ഇപ്രകാരം സ്തുതിക്കുന്നവനായിട്ട് കണ്ടിട്ട് ആ കപിലൻ എന്ത് ചെയ്തു? പ്രശാന്ത ഗംഭീരമായ വാക്കുകളാൽ മാതാവിനോട് പറഞ്ഞു. ഇനി കപിലൻ മാതാവിനോട് പറയുകയാണ്. കപിലൻ 10 പറയുകയാണ്, ഞാൻ ഉപദേശിച്ചു തന്ന സുഖേന അനുഷ്ഠിക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾ, ഇതിന് വലിയ ഉപകരണങ്ങളൊന്നും വേണ്ട. ഇത് അനുഷ്ഠിക്കാൻ എന്ത് ചെയ്താൽ മതി? എല്ലാത്തിലും വിരക്തി ഉണ്ടായാൽ മതി. ഒന്നിനും താല്പര്യമില്ലാതെ ആ എല്ലാം ബ്രഹ്മമാണ് എന്ന ചിന്തയിൽ അങ്ങ് ജീവിച്ചാൽ മതി. അപ്പം സുഖേന അനുഷ്ഠിക്കുവാൻ കഴിയുന്ന അനുഷ്ഠാനങ്ങൾ കൊണ്ട് ജീവിത മുക്തിയിലേക്ക് താമസിയാതെ മാതാവിനെ എത്തിച്ചേരുവാൻ സാധിക്കും. ഈ എളുപ്പ വഴിയിലൂടെ പോയി കഴിഞ്ഞാലും മാതാവിന് എന്ത് ചെയ്യാം? ജീവിതത്തിൻ്റെ മോക്ഷം പ്രാപിക്കാം. ഇനി 11 എൻ്റെ കപിലൻ പറയുകയാണ് 11 ബ്രഹ്മജ്ഞന്മാരിൽ സംസേവിതനായ എൻ്റെ മതം ഏതാണോ, അതായത് എൻ്റെ മതം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഉപദേശിച്ച ഈ തത്വം ആര് സ്വീകരിക്കുന്നുവോ, അതിനെ ഏതാണോ ആയതിനെ ശ്രവിക്കുക, കേൾക്കുക. ജ്ഞാനി ഉപദേശിച്ചു തന്ന മതം, അല്ലെങ്കിൽ ജ്ഞാനി ഉപദേശിച്ചു തന്ന ഈ തത്വം ബ്രഹ്മരഹസ്യം ആയതിനെ എന്ത് വേണം? ശ്രവിക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് കേൾക്കണം. അതിലൂടെ എന്ത് സംഭവിക്കാം? സംസാര സാഗരം മറികടക്കാം. ഈ നമ്മളുടെ ജീവിതം വളരെ സുഗമമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. അതിലൂടെ മത്സ്യരൂപത്തെ അങ്ങ് പ്രാപിച്ചുകൊണ്ടും, മത്സ്യത്തിൽ നിന്നാണല്ലോ തുടങ്ങിയത്. മത്സ്യമായിട്ട് അവതരിച്ച എന്തിനു വേണ്ടിയിട്ടാണ്? വേദങ്ങളെ ഉയർത്താൻ വേണ്ടിയിട്ട്. വേദം എന്നാണ് ജ്ഞാനമാണ്, ബ്രഹ്മം എന്താണ്? ജ്ഞാനമാണ്. ബ്രഹ്മം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ജ്ഞാനം തന്നെയാണ്, ആ ശാസ്ത്ര തത്വമാണ്. അപ്പോൾ ആ ശാസ്ത്രതത്വത്തെ, ബ്രഹ്മത്തെ മത്സ്യത്തിലൂടെ അങ്ങേക്ക് പ്രാപിക്കാം. അത് അറിയാത്തവൻ സംസാര ദുഃഖത്തെ പ്രാപിക്കും. ഈ തത്വം മനസ്സിലാക്കാത്തവന് ഒരിക്കലും സമാധാനം കിട്ടില്ല. നമ്മളെല്ലാം സമാധാനം കിട്ടാൻ പോകുന്നില്ല. ഒരു മനുഷ്യനും ഒരു കാലത്തും സമാധാനം കിട്ടാൻ പോകുന്നില്ല. നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷമത്തിലോ ഇന്ന കാരണം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ടാവും. ഇത് മരിക്കുന്നത് വരെ ഇങ്ങനെ ഓരോ കാരണങ്ങൾ വന്നും പോയും കൊണ്ടിരിക്കും. തൃപ്തി കിട്ടില്ല. വേദങ്ങളാണ് പറയുന്നത്. പിന്നെ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ പ്രശ്നത്തിൽ വിഷമിച്ച് നിൽക്കുന്നവരായിരിക്കും. ഇത് അവർ ചിന്തിക്കുന്ന അവരുടെ മാത്രം പ്രശ്നമാണ്. എല്ലാം അതൃപ്തി ഉണ്ടാകുമ്പോഴേ മനുഷ്യൻ കർമ്മം ചെയ്യും. അപ്പം നമ്മൾ അതൃപ്തി ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്തിട്ട് ആ അതൃപ്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ കർമ്മം ചെയ്യും. അങ്ങനെയാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. അപ്പം നമ്മൾ കർമ്മം ചെയ്യേണ്ടെങ്കിൽ എപ്പോഴും അതൃപ്തി ഉണ്ടായിരിക്കണം. തൃപ്തി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് ആ സത്യം മനസ്സിലാക്കുക. നമുക്ക് സമാധാനം കിട്ടാൻ പോകുന്നില്ല. ഒരാൾക്ക് ഈ ലോകത്ത് കിട്ടാൻ പോകുന്നില്ല. കിട്ടണ്ടെങ്കിൽ എന്തേ വേളൂ? ആ ശക്തിയുടെ മായയിലൂടെയുള്ള നമ്മളെ കളിപ്പിക്കുന്ന ഈ കളിയിൽ നിന്നും മുക്തമാകണം. എന്നിട്ട് വിശ്വാസം എന്തിലേക്കാണ്? ഞാനല്ല, എല്ലാം ആ ശക്തിയാണ്. ആ ശക്തിയാണ് എന്നിലൂടെ ഞാനെന്ന ഒരു അതൃപ്തി ഉണ്ടാക്കിയിട്ടിട്ട് എന്നെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കണം. എന്നിട്ട് എല്ലാം അതിനായിട്ട് ചെയ്തു കൊടുക്കുക. എനിക്കായിട്ട് ഒന്നും വേണ്ട. ഇതിലെല്ലാം വിരക്തി വരിക. അത് മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയുള്ളൂ. വേറൊരു വഴിയും ഇല്ല. ഈ ലോകത്തിൽ എല്ലാവരും സംസാര ദുഃഖത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. തൃപ്തിയായിട്ടുള്ള ഒരൊറ്റ വ്യക്തിയുമില്ല. ഓരോളോട് പറയുന്നത് കേൾക്കാം, എൻ്റെ ഇപ്പോഴത്തെ കഷ്ടകാലം. അപ്പോൾ ഉരളി എന്നിട്ട് മദ്ദളത്തോടാണ് പറയുന്നത്. അതവർ മനസ്സിലാവും. പക്ഷെ മറ്റേ കക്ഷി അതൊന്നും പുറത്തു പറയില്ലേ. ഇപ്പോൾ അവനുള്ളിൽ അങ്ങനെയാണോ കഷ്ടം, നിന്റെ കാര്യം കഷ്ടം തന്നെ എന്നെല്ലാം പറഞ്ഞ് കത്തിച്ചിട്ടു. അവരും വലിയ കഷ്ടത്തിലാണ് കിടക്കുന്നത്. അത് മനുഷ്യനെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതൃപ്തി ഉണ്ടാകുമ്പോഴേ മനുഷ്യൻ വർക്ക് ചെയ്യും, ആ അതൃപ്തിയിൽ നിന്ന് മറികടക്കാൻ.
അപ്പോൾ എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ കൊണ്ടിട്ട് തന്നുകൊണ്ടിരിക്കും. അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര വലിയവനാണെങ്കിലും അവനും എല്ലാം ഓരോ പ്രശ്നത്തിലൂടെയാണ് പോകുന്നത്. ആ സത്യം മനസ്സിലാക്കണം. ഇത് എത്രയോ പ്രാവശ്യം പുരാണങ്ങൾ എടുത്ത് പറയുകയാണ്, എന്നിട്ടും നമുക്ക് അത് തലയിൽ കയറുന്നില്ല. നമ്മൾക്ക് മാത്രം ഒരു കഷ്ടം നീന്തിക്കുക. എല്ലാം ഓരോ നിമിഷവും കഷ്ടം തന്നെയാണ് ഓരോ മനുഷ്യനും. അതിൽ നിന്ന് മുക്തി നേടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഞാനെന്ന ചിന്ത കളയുക. എല്ലാം അതിനു വേണ്ടിയിട്ട് ഒരു നാടകം അഭിനയിക്കുന്ന പോലെ ഒരു പിച്ചക്കാരനായിട്ട് മാറുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ചോളണം, ഇതാ ശക്തി എന്നെ കൊണ്ട് അഭിനയിപ്പിക്കും, ഞാൻ ആ റോൾ അഭിനയിക്കുകയാണ് പിച്ചക്കാരനായിട്ട്. അപ്പം പ്രശ്നം തീരും. അതേ ഉള്ളൂ വഴി. ഇനി 12 മൈത്രേയനാണ് പറയുന്നത്, ഇപ്രകാരം കപിലൻ മാതാവിന് ആത്മാവിൻ്റെ വാസ്തവിക തത്വം ഉപദേശിച്ച ശേഷം അവിടെ നിന്നും യാത്രയായി. മാതാവിന് ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം മകനും അങ്ങ് പോയി. ഇപ്പോൾ ഭർത്താവും പോയി, മകനും പോയി. പിന്നെ 13 ദേവാഹൂതിയാകട്ടെ പുത്രനാൽ ഉപദേശിക്കപ്പെട്ട ആത്മതത്വത്തിലൂടെ യോഗമുക്തിയായി ഭവിച്ചു. അങ്ങനെ ആ ആത്മതത്വത്തിലൂടെ അവള് യോഗമുക്തി, യോഗമാകുന്ന വഴിയിലൂടെ, ഈ ഉപദേശിച്ച വഴിയിലൂടെ, ആ മുക്തിമാർഗത്തിലൂടെ അങ്ങനെ സഞ്ചരിക്കുന്നതായിട്ട് ഭവിച്ചു. ആ സരസ്വതി നദിയുടെ തീരത്തെ ആശ്രമത്തിൽ ഏകാഗ്രഭാവത്തോടെ ഇരുന്നു. സരസ്വതി നദിയുടെ തീരത്തിൽ അവള് ഏകാഗ്രഭാവത്തോടെ ഏകയായിട്ടിരിക്കണം. അപ്പം ഇതിലേക്ക് തിരിയുന്നവർ വേണ്ട ഈ ലോകമായിട്ടുള്ള ബന്ധമെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒറ്റക്ക് ഒരു സ്ഥലത്ത് പോയിരിക്കുക, എന്നിട്ട് ആ ശക്തിയെ ധ്യാനിച്ചു കൊണ്ടിരിക്കുക. അതേ സമാധാനം കിട്ടുന്ന വഴിയുള്ളൂ. എൻ്റെ 14 3 നേരവും മുടക്കമില്ലാതെ മുങ്ങിക്കുളി നിമിത്തം 3 നേരവും ആ നദിയിൽ മുങ്ങിക്കുളിക്കും. അപ്പോഴും മുടിയുടെ നേരം എന്തായി? ചെമ്പൻ നിറം കൊണ്ട് ജട പിടിച്ച്, ചുരുണ്ട മുടിയെല്ലാം തന്നെയാണ്, പക്ഷെ ജട പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ചെമ്പിച്ച നിറമായി മാറി. കഠിന തപസ് കൊണ്ട്, പിന്നെ തപസ് എന്ന് പറഞ്ഞാൽ ഏകാഗ്രമായ ആ ബ്രഹ്മത്തെ മാത്രം ധരിച്ചിരിക്കുകയാണ്, വേറെ ചിന്തയൊന്നുമില്ല, ബാക്കിയെല്ലാം ഉപേക്ഷിച്ച്. ചടച്ചുപോയി ശരീരം, മരമുരിയാണ് ധരിച്ചിരിക്കുന്നത്. ധരിച്ചതുമായ ശരീരത്തോടും വഹിച്ചുകൊണ്ട് ഒരേ ഇരിപ്പായി. മരമുരിയും ധരിച്ചുകൊണ്ട് അങ്ങനെ ഒരൊറ്റ ഇരിപ്പങ്ങ് ഇരുന്നു. അപ്പം ഈ ബ്രഹ്മസാക്ഷാത്കാരം സ്ത്രീകൾക്കും ആകാം, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു 5 മുതൽ 20 വരെ പ്രജാപതിയായ കർദമന്റെ ഗൃഹത്തിൽ, അവളെ പണ്ടത്തെ അവസ്ഥ പറയുകയാണ്. അവളെങ്ങനെയായിരുന്നു? ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞല്ലോ. പ്രജാപതിയായ കർദമന്റെ ഗൃഹത്തിൽ, ഇത് കുറേ വിസ്തരിക്കുന്നുണ്ട്, ഞാൻ അവിടെ ചുരുക്കുന്നുണ്ട്, എന്തിനാ സമയം വെറുതെ കളയുന്നത്. അതുകൊണ്ട് ശയ്യയുണ്ട്, പലതരം ശയ്യകളുണ്ട്. ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ കട്ടിലുകളുണ്ട്. അവിടെ കടന്ന വ്യക്തിയാണ്. ആനക്കൊമ്പിൻ്റെ എല്ലാം പതിപ്പിച്ച കട്ടില്, സ്വർണമയമായ ഉപകരണങ്ങൾ, എല്ലാ ഉപകരണങ്ങളും എല്ലാം സ്വർണ്ണം എല്ലാം കൊണ്ട് അലങ്കരിച്ചതാണ്. ഇരിപ്പിടം തന്നെ സ്വർണമയമാണ്. സുന്ദരികളായ സുന്ദരി മണികളോടൊത്ത് കുറേ ശിഷ്യന്മാരായിട്ട്, അല്ലെങ്കിൽ ദാസിമാരായിട്ട്, അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് സുന്ദരിമാർ കുറേ കൂടെ ഇരുന്നുകൊണ്ട് ആ ഗൃഹത്തില് പരിലസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ കാലഘട്ടത്തിൽ. പിന്നെയോ താമരപ്പൊയ്കയില് കർദമന്റെ ലാളന ഏറ്റുകൊണ്ട്, മറ്റേത് സ്വന്തം ഗൃഹത്തില്, പിന്നെ വിവാഹം കഴിഞ്ഞപ്പോൾ താമരപ്പൊയ്കയിലുണ്ട്. അതിൻ്റെ തീരത്ത് കർദമനാൽ താലോലിക്കപ്പെട്ടവളായി
പിന്നെയോ തോഴിമാരെല്ലാം പാടിപ്പോർത്തു അവളുടെ ഗുണഗണങ്ങളെല്ലാം. അങ്ങനെയെല്ലാം ആ ഗൃഹാവസ്ഥയെ ഉപേക്ഷിച്ചുകൊണ്ടാണ്. അങ്ങനെയെല്ലാം ഉള്ള അച്ഛൻ്റെതാണെങ്കിൽ രാജകൊട്ടാരം, ഇപ്പറാണെങ്കിലും വലിയ അവസ്ഥ, അതെല്ലാം ഉപേക്ഷിച്ച് മുഖത്ത് വല്ലാതൊരു വാട്ടം തട്ടിയ പോലെ ഉള്ള അവസ്ഥയിലായി മാറി. അങ്ങനെയെല്ലാം കഴിഞ്ഞുകൂടി അവളാണ് ഇപ്പോൾ മുഖത്തൊരു വാട്ടം തട്ടിയ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. അപ്പം മറ്റേതിൽ ഇത് നേരെ അതിൻ്റെ എതിര് വശം. 21 ഭർത്താവ് സന്യസിച്ചു പോയ വേളയിൽ പുത്രവിരോഹാർത്ഥനും സംതപ്തയായി ഭവിച്ച അവൾ, പുത്രനും പിരിഞ്ഞു പോയല്ല. ഭർത്താവ് സന്യസിക്കാൻ പോയി, ഇപ്പം പുത്രനും പിരിഞ്ഞു പോയി. തത്വജ്ഞാനമെല്ലാം ഉള്ളവളായിരുന്നെങ്കിലും, അപ്പോൾ പുത്രനെല്ലാം ഉപദേശിച്ചിട്ടുണ്ട്, തത്വജ്ഞാനം എല്ലാം ഉള്ളവളായിരുന്നുവെങ്കിലും പൈക്കിടാവ് വേറിട്ട് പോയ പശുവെ പോലെ ആയിത്തീർന്നിരുന്നു അവൾ. എല്ലാ തത്വജ്ഞാനങ്ങളും ഉണ്ട്, പക്ഷെ എന്നാൽ ആദ്യഘട്ടത്തിൽ എന്തായിരിക്കും, ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് നീങ്ങുമ്പോൾ ഭർത്താവ് പോയി, മകനും പോയി, തത്വജ്ഞാനം ഉപദേശിച്ചാണ് പോയി. എല്ലാം ജ്ഞാനം ഉണ്ടായിരുന്നുവെങ്കിലും ആ ഘട്ടത്തിൽ എന്തുണ്ടായിരുന്നു, അവൾ ആകെ ഒരു പൈക്കിടാവിനെ നഷ്ടപ്പെട്ട പശുവിൻ്റെ അവസ്ഥയിലായിരുന്നു എന്ന് പറയുകയാണ്. ഇനി 22 പറയുന്നു, സ്വപുത്രനായ കപില മുനിയെ തന്നെ ശ്രീഹരിയായി ധരിച്ചുകൊണ്ട്, കാരണം ശ്രീഹരി തന്നെയാണ് പുത്രനായിട്ട് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ആ കപില മുനിയെ തന്നെ ശ്രീഹരിയായി ധരിച്ചുകൊണ്ട് ഗൃഹത്തിലിരുന്നു കൊണ്ട് അവൾ എന്ത് ചെയ്തു, ധ്യാനിച്ചു. താമസം വിന കർമ്മ വിമുക്തയായി ഭവിച്ചു. കർമ്മവിമുക്തം, പിന്നെ കർമ്മങ്ങളൊന്നും അവർക്കില്ല. അവളുടെ ജീവിതത്തിൻ്റെ കർമ്മങ്ങളെല്ലാം തീർന്നാലേ ബ്രഹ്മസാക്ഷാത്കാരം പറ്റുകയുള്ളൂ. നമ്മളെ സൃഷ്ടിക്കുന്ന ഓരോ കർമ്മം ചെയ്യാനാണ്, ആ കർമ്മം തീർന്നാലേ പറ്റൂ. അവളെ സംബന്ധിച്ചിടത്തോളം അവളെ കർമ്മങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞു. 23 മുതൽ 25 വരെ പുത്രനായ കപിലൻ ഉപദേശിച്ച ആത്മതത്വത്തെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ഭക്തിയോഗമുള്ള യോഗ സാധനയാലും വിഷവിരക്തിയായി ബ്രഹ്മജ്ഞാനത്തോടെ നിർമ്മലമായ മനസ്സോടും കൂടി പരമാത്മാവിനെ ധ്യാനിച്ചുകൊണ്ട് ആ പരബ്രഹ്മത്തിൽ ഏകാഗ്രചിത്തയായി വർത്തിച്ചു. അപ്പോൾ കപിലൻ ഉപദേശിച്ച മാതിരി വിരക്തി വന്ന്, എല്ലാത്തിലും വിരക്തി വന്ന് ആ ബ്രഹ്മത്തെ മാത്രം ബ്രഹ്മജ്ഞാനത്തോടുകൂടി ആ പരമാത്മാവിനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് അത്തരം ഉറച്ച ചിന്തയോടുകൂടി അവള് വർത്തിച്ചു. കുറെ കാലം അങ്ങനെ വർത്തിച്ചാൽ പെട്ടെന്ന് കിട്ടില്ലല്ലോ. അപ്പം പിന്നെയുള്ള അവളുടെ ദിവസങ്ങൾ ഇങ്ങനെയായിരുന്നു. എപ്പോഴും ആ ബ്രഹ്മചിന്തയിൽ ഒതുക്കിക്കൊണ്ട് കപിലൻ ഉപദേശിച്ച വഴിയിലൂടെ, ആത്മജ്ഞാനത്തിലൂടെ, ആ വഴിയിലൂടെ ആ ചിന്തയുമായിക്കൊണ്ട് മനസ്സിനെ അവിടെ മാത്രം പതിപ്പിച്ചുകൊണ്ട് ചിത്തത്തെ ഏകാഗ്ര ചിത്തത്തോടുകൂടി അവൾ വർത്തിച്ചു. അപ്പൊ 26, 27 പറയാം. അങ്ങനെ അവൾ വർത്തിച്ചപ്പോൾ അന്നേരത്ത് ക്ലേശങ്ങളെല്ലാം അകന്നു. അപ്പോഴാണ് അവളുടെ ക്ലേശങ്ങള്, ജീവിതത്തിലുള്ള ക്ലേശങ്ങളെല്ലാം അകന്നത്. അങ്ങനെ കുറച്ചു കാലം വർത്തിച്ചപ്പോഴാണ് അവർക്ക് ക്ലേശങ്ങൾ അകന്നത്, ആത്മാനന്ദം അനുഭവപ്പെട്ടു. അങ്ങനെ ക്ലേശങ്ങളെല്ലാം അകന്ന് കുറെ കഴിയുമ്പോൾ മനസ്സിൽ എന്തുണ്ടാകും, ഒരു നല്ലൊരു ആനന്ദം ഉണ്ടാകും, ആത്മാനന്ദം അനുഭവപ്പെട്ടു. സമാധിസ്ഥയാവുകയും സമാധി എന്ന അവസ്ഥയിലെത്തി. മനസ്സ് ശാന്തമായി ആ ബ്രഹ്മത്തിൽ ലയിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി. ഗുണമുള്ള വിഭ്രാന്തി ഒഴിഞ്ഞ്, മായ ഉണ്ടാക്കുന്ന, മനസ്സിലുണ്ടാക്കുന്ന ഈ വിഭ്രാന്തികളെല്ലാം അതോടുകൂടി അവളിൽ നിന്നും ഇല്ലാതായി.
ഉണർന്നവൻ സ്വപ്നത്തിൽ കണ്ടിരുന്ന പോലെ ഒരാൾ ഉണർന്നു കഴിയുമ്പോൾ സ്വപ്നത്തിൽ കാണുന്നതെല്ലാം എന്താണിക്കും കളയും. സ്വപ്നത്തിൽ കിടക്കുമ്പോഴാണ് ഭയങ്കര വിഷമം, എന്തെല്ലാം മോശം എന്തെങ്കിലും സ്വപ്നമാണ് കാണുന്നുണ്ടെങ്കിൽ. പക്ഷെ ഞെട്ടി ഉണരുമ്പോൾ ഇതായിരുന്നോ, ഇത് സ്വപ്നമായിരുന്നു എന്ന് വെച്ച് കളയുന്നത് പോലെ അവൾ എന്ത് ചെയ്തു? തൻ ശരീരത്തെ ഉപേക്ഷിച്ചു, വിസ്മരിച്ചു. അപ്പോൾ സമാധി എത്തുമ്പോൾ പിന്നെ ഈ ശരീരത്തെ ഉപേക്ഷിച്ചു. പിന്നെ അവൾക്ക് ശരീരത്തെ പറ്റി ചിന്തയില്ല. അവൾ ശരീരത്തിൽ നിന്നെല്ലാം വിട്ടു, ശരീരം ഒന്നുമല്ലാതായി. എട്ട് 28 ദേവാഹൂതിയുടെ ശരീരം അന്യരാൽ പോഷിക്കപ്പെടേണ്ടതായിരുന്നിട്ടും ആ ശരീരം മറ്റുള്ളവരാൽ പോഷിപ്പിക്കപ്പെടേണ്ടതായിരുന്നു. കാരണം ഭർത്താവും മക്കളും എല്ലാം നല്ല സുഖമായിട്ട് ഭക്ഷണങ്ങളെല്ലാം കൊടുത്ത് ആ ശരീരം അങ്ങനെ പോഷിപ്പിക്കേണ്ടതായിരുന്നു അവരുടെ ശരീരം. പക്ഷെ ഇപ്പം എന്താ അവസ്ഥ എന്താണ്? ആരും ഒന്നും പോഷിപ്പിക്കാനില്ല, അവർക്കും വേണ്ട, അവൾ കളഞ്ഞു. അഴുക്കുകളാൽ മൂടിക്കിടന്നിട്ടും, അതായത് കുളിയും പിന്നെ കുളിയൊന്നുമില്ല. ആദ്യം 3 നേരം കുളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആകുമ്പോൾ ശരീരത്തെ മറക്കുമ്പോൾ പിന്നെ ശരീരത്തിൽ അഴുക്കുകളെല്ലാം പറ്റും. അതിനെപ്പറ്റി ആരും ശ്രദ്ധിക്കുന്നില്ല. മനക്ലേശമൊന്നുമില്ല അവൾക്ക് ആ നിമിഷം. അപ്പൊ അവൾക്ക് പിന്നെ ഒരു മനക്ലേശവും ഇല്ലായിരുന്നു. ആ അവസ്ഥയിൽ അവളുടെ ശരീരത്തെ ഒന്ന് വർണ്ണിക്കുകയാണ്. കൃശമാകാതെ തന്നെ പുകയോട് ചേർന്ന് അഗ്നിയെ പോലെ ശോഭിച്ചു. പുകയോട് കൂടിയുള്ള അഗ്നി, അതിൻ്റെ ഇടക്ക് പുകയുടെ ഇടക്കുന്ന അഗ്നി അടക്കി ഇങ്ങനെ ശോഭിക്കുമല്ലോ, അതേപോലെ അവരുടെ ശരീരവും അവിടെ കിടന്ന് ശോഭിച്ചു എന്ന് പറയുകയാണ്. 29 വാസുദേവനിൽ വിലയിച്ച അന്ധകരണം. അപ്പൊ മനസ്സ് മുഴുവൻ എവിടത്തേക്ക് ലയിച്ചു? വാസുദേവനിൽ. അവളുടെ ചിന്ത മുഴുവൻ, മനസ്സ് മുഴുവൻ വാസുദേവനിൽ അലിഞ്ഞുപോയി. അപ്പോൾ തലമുടി ഇങ്ങനെ അഴിഞ്ഞു വീണാലും, അവളുടെ വസ്ത്രം അങ്ങനെ അഴിഞ്ഞു പോയാലും അവളതൊന്നും ശ്രദ്ധിച്ചില്ല. മുടി അഴിഞ്ഞു പോയാൽ മുടി പോട്ടെ, വസ്ത്രം അവിടെ നിന്ന് അങ്ങ് അഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അവളതൊന്നും ശ്രദ്ധിച്ചില്ല. കാരണം അവളെ ശരീരത്തെ കളഞ്ഞു. വസ്ത്രത്തെ പറ്റിയൊന്നും, ശരീരത്തെ പറ്റി അവൾക്ക് ചിന്തയില്ല. വസ്ത്രം അങ്ങനെ ഇളകിപ്പോയാൽ അവൾക്കൊരു കൂട്ടുമില്ല. അവൾ അതൊന്നും അറിയുന്ന പോലും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വസ്ത്രം ഇളകിപ്പോകുന്ന പോലും അവൾ അറിയുന്നില്ല. 30 അവൾ കപിലനാൽ ഉപദേശിച്ച പ്രകാരം പരമാത്മസ്വരൂപനായി മാറി ബ്രഹ്മതത്വമായും ഇരിക്കുന്ന ആ ഭഗവാനെ പ്രാപിച്ചു. അപ്പം കപിലൻ ഉപദേശിച്ച മാതിരി ആ അവസ്ഥയിലെത്തിയപ്പോൾ, അവളുടെ ശരീരമെല്ലാം അവൾ ഉപേക്ഷിച്ച ആ അവസ്ഥയിലെത്തിയപ്പോൾ, ഒരു ആനന്ദം അനുഭവിക്കുന്ന അവസ്ഥയിലെത്തിയപ്പോൾ അവൾക്ക് എന്ത് പറ്റി? പരമാനന്ദ സ്വരൂപമായ ബ്രഹ്മതത്വമായി മാറി ആ ബ്രഹ്മതത്വമായ ആ ഭഗവാനെ അവള് പ്രാപിച്ചു. എന്നിട്ട് ആശ്ചര്യം എന്ന് പറയുകയാണ്, അവള് ആ ബ്രഹ്മ സാക്ഷാത്കാരം നേടി. എന്നിട്ട് 31 പറയാണ്, ഹേ വിതുരനെ, യാതൊരിടത്ത് അവൾ പരമസിദ്ധിയെ പ്രാപിച്ചു. അവൾ ഇവിടെ വെച്ചാണ് ആ പരമസിദ്ധിയെ പ്രാപിച്ചത്. അതിപാവനമായ ആ സ്ഥലം സിദ്ധപദം എന്ന പേരിൽ 3 ലോകത്തിലും പ്രസിദ്ധമായി. അവള് എവിടെ വെച്ചാണോ ബ്രഹ്മസാക്ഷാത്കാരം നേടിയത് ആ സ്ഥലത്തിനാണ് സിദ്ധപദം എന്ന് പറയുന്നത്. അത് 3 ലോകത്തിലും പ്രസിദ്ധമായി. എന്നിട്ട് 32 പറയുന്നു, ആ ദേവിയുടെ യോഗബലത്താൽ നശിപ്പിക്കപ്പെട്ട മർത്യധർമ്മത്തോടു കൂടിയ ശരീരം, അവർക്ക് ആ ശരീരം കിട്ടിയ എന്തിരിക്കുന്ന മനുഷ്യനായിട്ടുള്ള ശരീരം കിട്ടിയതിനാണ് കർമ്മം ചെയ്യാൻ വേണ്ടിയാണ്. ആ കർമ്മങ്ങളെല്ലാം തീർന്നതിന് ശേഷമാണ് ഇപ്പം ഇങ്ങനെ അവിടെ പതിച്ചിരിക്കുന്നത്. ശരീരം അങ്ങനെ അവിടെ പതിച്ച ശരീരത്തെ
ഇവിടെ വേറൊരു തരത്തിൽ ഉപയോഗിക്കുകയാണ്. ശരീരം, നദികളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു നദി, സിദ്ധജനങ്ങളാൽ സേവിക്കപ്പെടുന്നതുമായ ഒരു നദിയായിട്ട് രൂപം കൊണ്ടു എന്നാണ് പറയുന്നത്. അവരുടെ ശരീരം ഒരു നദിയായിട്ട് രൂപം കൊണ്ടു. ഇവിടെയാണ് ഇതുവരെ അവളെ ഒരു മനുഷ്യരൂപത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കഥയിൽ. യഥാർത്ഥത്തിൽ മനുഷ്യരൊന്നും സൃഷ്ടി നടന്നിട്ടില്ല. പ്രപഞ്ചത്തിൽ സൃഷ്ടിയൊന്നും ഉണ്ടായിട്ടില്ല. ഭൂമി ഉണ്ടായി. ഭൂമിയുടെ ആധിപത്യം ഒരു മനു എന്ന ഒരു ഫോഴ്സിന് ഏൽപ്പിച്ചു. പിന്നെ കർദമൻ എന്ന കപിലൻ എന്നീ രൂപത്തിലെല്ലാം, ദേവാഹൂതി എന്ന രൂപത്തിലെല്ലാം ചില ബലങ്ങളായിട്ട് അവിടെ ഉണ്ടായിട്ടേ ഉള്ളൂ. സൃഷ്ടിയൊന്നും നടന്നിട്ടില്ല. അപ്പം യഥാർത്ഥത്തിൽ ഇതെന്തായിട്ടാണ് ഒഴുകുന്നത് എന്ന് പറയുന്നത് ഒരു നദിയായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ അവിടെ ഇല്ല. കഥയിലൊരു കഥാപാത്രത്തിലൂടെ ആത്മതത്വം ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഒരു നദിയായിട്ട് അവിടെ ചിത്രീകരിച്ചിരിക്കുക. ഒരു നദീനെയാണ് ഈ തരത്തിൽ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഏതുപോലെ എന്നാൽ ഗംഗാ നദിയെ ഒരു കഥാപാത്രമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും അങ്ങനെ ഒരു ഗംഗാ നദി അങ്ങനെയുണ്ട്, അല്ല ഗംഗാദേവി എന്നൊരു സ്ത്രീ ഉണ്ട്, പണ്ട് ജനിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ. യഥാർത്ഥത്തിൽ എന്താണെന്നല്ല, ഒരു നദീനെ കയറിയിട്ട് കഥാപാത്രമായിട്ട് ചിത്രീകരിച്ചിട്ട് കുറേ ആശയങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. കഥയിൽ ആശയങ്ങൾ പറയാൻ വേണ്ടി കഥാപാത്രം വേണം. അപ്പം നദീനെയും കയറിയിട്ട് കഥാപാത്രമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് കുറേ ആശയങ്ങൾ പറയും. അതുപോലെ ഇവിടെ സൃഷ്ടിയിൽ ഒന്നും തന്നെ സൃഷ്ടി നടന്നിട്ടില്ല. ആ സമയത്ത് ഇങ്ങനെയൊരു ദേവാഹൂതി എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു കപിലൻ എന്നൊരു വ്യക്തിയുണ്ട്, മകനുണ്ടായിരുന്നു, ഒരു കർദമൻ എന്നൊരു മുനി ഉണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞാൽ ഇതെല്ലാം ചില ഫലങ്ങളാണ്. ഇതിൽ ഇവളെ ഒരു നദിയായിട്ട്, യമുന നദിയുടെ തീരത്തെ ഒരു കൈവരിയായിട്ട് വേണമെങ്കിൽ കൈവരിയായിരിക്കാം ഈ നദി. യമുനയല്ല, സോറി, സരസ്വതി നദിയുടെ തീരത്ത്. അപ്പം സരസ്വതിയുടെ ഒരു ചെറു നദിയായിട്ട് ഇവളെ ചിത്രീകരിച്ചിരിക്കുകയാണ്. ഗംഗയെ ഒരു കഥാപാത്രമായി ചിത്രീകരിച്ചതുപോലെ സരസ്വതിയിൽ നിന്നാണ് ജ്ഞാനങ്ങളെല്ലാം, വേദങ്ങളെല്ലാം ഉത്ഭവിച്ചത് സരസ്വതി നദിയുടെ തീരത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഈ ആത്മതത്വവും ഒരു നദിയെ ഒരു സ്ത്രീയായി അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞതായിട്ട് കണ്ടാൽ മതി. അല്ലാതെ ഇതേപോലെ സ്ത്രീകളൊന്നും ജനിച്ചില്ല, മനുഷ്യരൊന്നും ഉണ്ടായ കാര്യം എന്നും പറയാൻ തുടങ്ങിയില്ല, തുടങ്ങുന്നതേ ഉള്ളൂ. ഇതെല്ലാം ചില ബലങ്ങളാണ്, ഇതിൻ്റെ പിന്നിലുള്ള ചില പ്രേരക ശക്തികളാണ്, ചില സയൻസ് തത്വങ്ങളാണ്. വേദങ്ങൾക്കെല്ലാം സരസ്വതി നദിയായിട്ട് ബന്ധമുണ്ട്. വേദത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ആത്മതത്വം. ഈ ആത്മതത്വം കപിലൻ എന്ന ഒരു കഥാപാത്രത്തിലൂടെ സരസ്വതിയുടെ ഒരു അടുത്തുള്ള ഒരു നദിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അവതരിപ്പിച്ചതായിട്ട് കണ്ടാൽ മതി. അല്ലാതെ ഇങ്ങനെ ഒരു വ്യക്തി, ഒരു സ്ത്രീ ജനിക്കേണ്ട സമയമായിട്ടില്ല. കാരണം അത്തരമൊരു സൃഷ്ടിയിലേക്കൊന്നും നമ്മൾ കടന്നില്ല. നമ്മളങ്ങ് മുകളിൽ സൃഷ്ടിക്ക് മുമ്പിലുള്ള അവസ്ഥയിലേക്ക് കിടക്കുകയാണ്. ചില വിചാരങ്ങളെല്ലാം ഉണ്ടായതിനെ പറ്റിയാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. ഇനി 33 യോഗേശ്വരനും സർവജ്ഞനുമായ കപിലനാകട്ടെ, കപിലൻ ഇനി എങ്ങോട്ട് പോയി എന്ന് പറയുകയാണ്? ആ ആശ്രമത്തിൽ നിന്നും, ആ ആശ്രമ തീരത്തിൽ നിന്നും, സരസ്വതി നദിയുടെ തീരത്ത് നിന്നും കിഴക്ക് വടക്കോട്ടേക്ക് പോയി. കിഴക്ക് വടക്ക് ദിശയിലേക്ക് അവിടുന്ന് കപിലൻ പോയി. എന്നിട്ടോ എനിക്ക് 34-35 പറയുകയാണ്, സിദ്ധന്മാരും ചാരണന്മാരും ഗന്ധർവന്മാരും മുനിമാരും അപ്സരസ്സുകളുമെല്ലാമായിട്ട് സ്തുതിക്കപ്പെട്ടിട്ട് സമുദ്രരാജാവിനാൽ നൽകപ്പെട്ട വാസസ്ഥലത്ത്. ഇപ്പൊ സമുദ്രരാജാവ് എന്ന് പറയുമ്പോൾ സമുദ്രരാജാവ് എന്നൊരു വ്യക്തിയൊന്നും അവിടെയില്ല.
സമുദ്രതീരത്ത് എന്ന അർത്ഥമേ ഉള്ളൂ. സമുദ്രത്തെ കഥയിൽ വരുമ്പോൾ സമുദ്ര രാജാവായിട്ട് ചിത്രീകരിക്കും. കാരണം കപിലൻ എന്നൊരു വ്യക്തിയും ജനിച്ചില്ല, അങ്ങനെ ഒരു വ്യക്തിയില്ല. ഇതെല്ലാം ആത്മീയ കാര്യങ്ങൾ പറയുന്ന ഓരോ വ്യക്തികളുടെ. അപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് സമുദ്ര രാജാവിനാൽ നൽകപ്പെട്ട വാസസ്ഥലത്ത് അവിടെ ഇവരെല്ലാം സ്തുതിക്കുകയാണ്. എന്തുകൊണ്ട്? ഈ ആത്മതത്വ ഉപദേശ വ്യക്തിയായതുകൊണ്ട്. സാഖ്യശാസ്ത്രജ്ഞന്മാരാൽ വാഴ്ത്തപ്പെട്ട്, കാരണം ഇദ്ദേഹത്തിൽ നിന്നാണല്ലോ ഉത്ഭവിച്ചത്. അപ്പൊ എല്ലാ ശാസ്ത്രജ്ഞന്മാരും അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി യോഗമാർഗത്തെ അനുഷ്ഠിച്ചുകൊണ്ട് ആ സ്ഥലത്ത് അദ്ദേഹം എന്ത് ചെയ്യാണ്? യോഗമാർഗത്തെ അനുഷ്ഠിച്ചുകൊണ്ട് 3 ലോകങ്ങളുടെയും ഉപശാന്തിക്കായി 3 ലോകങ്ങളിൽ ഉപശാന്തി ലഭിക്കുവാൻ വേണ്ടി സമാധിസ്ഥനായിട്ട് അവിടെ സ്ഥിതി ചെയ്യുകയാണ് എന്ന് പറയും. ഇപ്പോൾ അവിടെ കിടക്കുകയാണ്. ഏതോ ഒരു സ്ഥലത്ത്, ആ സമുദ്ര തീരത്തിൽ, അതായത് യമുനാ നദിയുടെ സരസ്വതി നദിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തോട് പോയിട്ട് അവിടെയുള്ള സമുദ്രത്തിൻ്റെ ഒരു തീരത്തില് സമുദ്രരാജൻ കൊടുത്തത്. അതായത് സമുദ്രത്തിൻ്റെ തീരത്ത് നിന്ന് എടുത്താൽ മതി. സമുദ്രരാജൻ കൊടുത്താണെന്ന് പറയുമ്പോൾ സമുദ്രരാജനൊന്നുമില്ല. കഥയിൽ അങ്ങനെ സമുദ്രത്തെ രാജാവായി ചിത്രീകരിക്കും. അദ്ദേഹം കൊടുത്ത ഒരു സ്ഥലത്ത് എല്ലാവരാലും സ്തുതിക്കപ്പെട്ടുകൊണ്ട് അദ്ദേഹം അങ്ങനെ യോഗ നിദ്രയിൽ ഇരിക്കുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെയുള്ള ഏതോ ഒരു സ്ഥലത്തെയാണ് കപിലനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്, കഥാപാത്രമായിട്ട് ചിത്രീകരിക്കും. അപ്പോൾ ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ട, ഇങ്ങനെയൊരു മനുഷ്യർ ഇപ്പോഴും മനുഷ്യർ സൃഷ്ടിയായിട്ടില്ല. ആത്മീയതയുടെ ആ തത്വമെല്ലാം ഒഴുകി വന്നത് ആ ദേശത്തുകൂടിയാണ്. സരസ്വതി നദിയുടെ ചുറ്റുവട്ടത്ത് നിന്നാണ്. ആ നിലയിൽ അതിനെ കണ്ടാൽ മതി. ഇനി 36 എന്നിട്ട് പറയുകയാണ്, ശ്രീ കപിലൻ്റെയും ദേവാഹൂതിയുടെയും എല്ലാം കഥ ചോദിച്ചല്ലോ. അപ്പം ഞാനിതത് ആ പരമവിശുദ്ധമായ ഈ സംഭാഷണം, അവർ തമ്മിലുള്ള വളരെ വിശുദ്ധമായ ഈ സംഭാഷണമെല്ലാം ഞാൻ അങ്ങ് ചോദിച്ചതുപോലെ പൂർണ്ണമായിട്ട് പറഞ്ഞു തന്നു. എന്നിട്ട് 37 പറയുകയാണ്. എന്നിട്ട് 37 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യാതൊരാൾ ആധ്യാത്മ്യ തത്വജ്ഞാനങ്ങളുടെ രഹസ്യമായ കപിലാചാര്യരുടെ ഈ മതത്തെ സശ്രദ്ധം ശ്രദ്ധിക്കുന്നുവോ, അതായത് ആധ്യാത്മതത്വം ഉൾക്കൊള്ളുന്ന കപിലൻ്റെ ഈ മതത്തെ, കപിലം പറഞ്ഞു തന്ന ഈ ആത്മീയ തത്വത്തെ ആര് സശ്രദ്ധം ശ്രവിക്കുന്നുവോ, ആരാണ് കേൾക്കുന്നത്, കേട്ടവർ ആര് അത് പറയുന്നുവോ, അവർ ഗരുഡധ്വജനായ ഭഗവാനിൽ ആസക്തനായിട്ട്. ഇപ്പം കപിലൻ എന്ന് പറയുന്നത് ആരാണ്? ഗരുഡൻ്റെ പുറത്ത് സഞ്ചരിക്കുന്ന കക്ഷിയാണ്. അതാരാണ്? മഹാവിഷ്ണുവാണ്. ഇപ്പം മഹാവിഷ്ണു തന്നെയാണ് കപിലൻ. അപ്പോൾ ഈ കഥ, ഈ മതം ആര് കേൾക്കുന്നു, അദ്ദേഹം പറഞ്ഞു തന്ന ഈ ആധ്യാത്മിക തത്വങ്ങൾ ആര് കേൾക്കുന്നുവോ, കേട്ടിട്ട് ആര് പറയുന്നുവോ, അവർ ഗരുഡൻ്റെ പുറത്ത് സഞ്ചരിക്കുന്ന വിഷ്ണു ഭഗവാന്റെ തൃപ്പാദങ്ങളെ പ്രാപിക്കും. അവരെ ബ്രഹ്മസാക്ഷാത്കാരം നേടുമെന്ന് സാരം. അതോടുകൂടി നമ്മൾ സ്കന്ധം 3 കഴിഞ്ഞു. ഇനി 4ലേക്ക് കടക്കുകയാണ്.